നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KPCC മാർച്ചിന് നേരെയുണ്ടായ അതിക്രമം, വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധം. ചവറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഒവ്വാക്കാവോ പാവമ്പാറ റോഡിൽ കൊയ്പ്പള്ളിമുക്കിലാണ് സംഭവം. സമീപത്തെ വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥിതി. ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. കൊല്ലം വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തെരുവിൽ ക്രിസ്മസ് ആഘോഷം. കിടപ്പ് രോഗികൾക്ക് കേക്കുകൾ സമ്മാനിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. KPCCയുടെ DGP ഓഫീസ് മാർച്ചിലുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചവറയിൽ ദേശീയപാത ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടന്നത്. ശങ്കരമംഗലത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCCയുടെ നേതൃത്വത്തിൽ നടത്തിയ DGP ഓഫീസ് മാർച്ചിലുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചവറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശങ്കരമംഗലത്ത് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. ഉപരോധം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഉപരോധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംല നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശരത് പട്ടത്താനം, മുൻ ജില്ലാ പ്രസിഡന്റ് R അരുൺരാജ്, ജില്ലാ ജനറൽ സെക്രട്ടറി മിത്രാത്മജൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നിഷ സുനീഷ്, അൻവർ കാട്ടിൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിനോഷ, SP യദുൽ, ജോയിമോൻ, അനിൽകുമാർ, സുഹൈൽ, ഷാഹിനർ, മുക്സിൻ, ശ്രീകുമാർ, അരുൺ തുളസി, ജോബിൻ, സഞ്ജയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. KPCCയുടെ DGP ഓഫീസ് മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ ഉണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളി ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാരക്കാട് അനിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം ചക്കുവള്ളിയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലുടനീളം അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവിടുത്തെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പിണറായി സർക്കാരിന്റെ കിരാത തേർവാഴ്ചയ്ക്കെതിരെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ജനാധിപത്യ വിശ്വാസികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധ സമരമാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ചക്കുവള്ളി നസീർ അധ്യക്ഷത വഹിച്ചു. വളരെ സമാധാനപരമായിട്ടാണ് ഇത്തരത്തിലൊരു കോൺഗ്രസ് ഒരിക്കലും അക്രമത്തിന്റെ പാതയിലല്ല എന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. മുൻ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞതുപോലെ
അതുപോലെ കുറച്ചൊക്കെ ഗാന്ധിസമൊക്കെ അങ്ങ് മാറ്റിവെക്കേണ്ട സമയമായി എന്ന് ഞങ്ങളെ കൊണ്ട് കേരളത്തിന്റെ പോലീസ് ഒരു കാര്യം കേരളത്തിന്റെ പോലീസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് AKG സെന്ററിൽ നിന്നല്ല എന്ന് ഓർമ്മിച്ചാൽ നല്ലത്. 2 വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് വരും. അന്ന് ഈ കെ സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും VD സതീശനൊക്കെ ക്യാബിനറ്റ് പദവിയുള്ളവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഗ്രനേഡ് എറിയുമ്പോ ജലപീരങ്കി ഉപയോഗിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളെയാണ് നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. എക്കാലവും കയ്യും കെട്ടി കേരളത്തിലെ കോൺഗ്രസ് ഇത് നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. PK രവി, പത്മസുന്ദരൻ പിള്ള, ശശിധരൻ, ഷീജ രാധാകൃഷ്ണൻ, സുഹൈൽ അൻസാരി, പോരുവഴ ജലീൽ, റജി കുര്യൻ, അർത്തയിൽ അൻസാരി, H നസീർ, ഷെഫീഖ് അർത്തയിൽ, ലത്തീഫ് പെരുങ്കുളം, അജ്മൽ അർത്തയിൽ, ഷംല, അരുൺ ഗോവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. KPCCയുടെ DGP ഓഫീസ് മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പ്രകടനവും നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു പാഞ്ചജന്യത്തിന്റെ അധ്യക്ഷതയിലാണ് പ്രതിഷേധ യോഗം നടന്നത്. KPCC സെക്രട്ടറി ബിന്ദു ജയൻ, DCC ഭാരവാഹികളായ മുനമ്പത്ത് വഹാബ്, നജീബ് മണ്ണേൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ഷഹന സലാം, ഇർഷാദ് ബഷീർ, AA അസീസ്, ഷിബു എസ് തൊടിയൂർ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് RS കിരൺ, ജില്ലാ ഭാരവാഹികളായ രഞ്ജിത്ത് ബാബു, അലി മണ്ണേൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സോമരാജൻ, പനക്കുളങ്ങര സുരേഷ്, കോൺഗ്രസ് നേതാക്കളായ മുനമ്പത്ത് ഗഫൂർ, ജയകുമാർ, സുഭാഷ് ബോസ്, ടോണി എബ്രഹാം വിളയിൽ, അഷറഫ്, സുനിൽകുമാർ, ബിജു പാഞ്ചജന്യം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് DYFI ഗുണ്ടകളും CPM നടത്തിവരുന്ന ആക്രമണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്ന് CR മഹേഷ് MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വവ്വാക്കാവ് പാവുമ്പ റോഡിൽ കൊയ്പ്പള്ളി മുക്കിലാണ് പൈപ്പ് പൊട്ടിയത്. ആഴ്ചകളായിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. സമീപത്തെ വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥിതിയുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് കുടിവെള്ളം പാഴാകുന്നത്. വവ്വാക്കാവ് പാവുമ്പ റോഡിൽ തഴവ കുരിശടിക്ക് സമീപം കൊയ്പ്പള്ളിമുക്കിലാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത്. ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകളായി. പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഒരാഴ്ച കൂടുതലായി പൈപ്പ് പൊട്ടിയിട്ട് എടപ്പള്ളി കോട്ടയിൽ എഞ്ചിനീയർ എടുക്കുക പറഞ്ഞു, ഓവർസിയർ എടുക്കുക പറഞ്ഞു, എന്നിട്ട് പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എടുക്കുക പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കുടിവെള്ളം പാഴാകുമോ? വെള്ളം പാഴാവുന്ന മാത്രമല്ല, ഈ അടുത്ത വീട്ടിലോട്ട് പള്ളിക്കകത്തോട്ട് അവരുടെ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറുന്നുണ്ട്, ഓവറായിട്ട് വെള്ളവും പോകുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ റോഡിനിട്ട മണ്ണും വേസ്റ്റായി പോകുന്നുണ്ട്. ഇടപ്പള്ളിക്കോട്ടയിലെ ഹെഡ് ഓഫീസിലും മണപ്പള്ളിയിലുള്ള ബ്രാഞ്ച് ഓഫീസിലും നാട്ടുകാർ പരാതി നൽകി. എന്നിട്ടും ഫലമുണ്ടായിട്ടില്ല. വെള്ളമൊഴുകി തൊട്ടടുത്ത കുരിശടിയിലും സമീപത്തെ വീടുകളിലും കയറുന്നതായും പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, തഴവ. നവീകരിച്ച നീണ്ടകര മണ്ഡലം കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. KV സുകുമാര പണിക്കർ സ്മാരകമായാണ് ഓഫീസ് നിർമ്മിച്ചത്. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. നീണ്ടകരയിലെ നവീകരിച്ച കോൺഗ്രസ് ഭവനായ KV സുകുമാര പണിക്കർ സ്മാരക കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനം നടത്തി. സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്തു. നീണ്ടകരയിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനത്തിന്റെ ദിവസമാണിന്ന്. ഇത്ര മനോഹരമായ ഒരു കോൺഗ്രസ് ഓഫീസ് നമുക്കൊരു ഞാൻ സ്വന്തമായിട്ട് വീട് ഇതുവരെ വെച്ചിട്ടില്ലാത്ത ഒരാളാണ്. വാടക വീട്ടിൽ കഴിയുന്നയാളാണ്. സ്വന്തമായ ഒരു വീട് നമുക്ക് പൂർത്തിയാകുന്നത് പോലത്തെ ഒരു സന്തോഷമാണ് ഒരു പാർട്ടി ഓഫീസ്. നമുക്കൊരു വീട് കിട്ടിയാൽ നമ്മുടെ മാത്രം വ്യക്തിപരമായ സന്തോഷമാണ്. പാർട്ടി ഓഫീസ് പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശത്തെ എല്ലാ കോൺഗ്രസ്സുകാരുടെയും ഒരുപോലത്തെ സന്തോഷവും അഭിമാനവുമായിട്ട് അത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. നീണ്ടകര മണ്ഡലം പ്രസിഡന്റ് U പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി BRM ഷഫീർ മുഖ്യ പ്രസംഗം നടത്തി. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് പതാക ഉയർത്തി. KPCC സെക്രട്ടറി BRM ഷഫീർ മുഖ്യപ്രഭാഷണം നടത്തി. CR മഹേഷ് MLA, ഷാനവാസ് ഖാൻ, അഡ്വക്കേറ്റ് P ജർമിയാസ്, K സുരേഷ് ബാബു, മേച്ചകത്ത് ഗിരീഷ്, കോലത്ത് വേണു, സന്തോഷ് തുപ്പാശ്ശേരി, അഡ്വക്കേറ്റ് സേതുനാഥൻ പിള്ള, കാരിയിൽ അശോകൻ, സുഭകൻ, ഹെലൻ രാജൻ, റോമി പയസ് തുടങ്ങിയവർ പങ്കെടുത്തു. പവിഴപ്പറമ്പിൽ പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രഭ അനിൽ ആശംസ നേർന്നു. ന്യൂസ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോൺഗ്രസിന്റെ പ്രായം എത്രയോ വർഷമായി. പതിറ്റാണ്ടുകളുടെയും ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോഴും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടം ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തെ കാണുന്നത് പഞ്ചായത്ത് പിടിക്കാനും പാർലമെന്റ് പിടിക്കാനും നിയമസഭ പിടിക്കാനും വേണ്ടിയിട്ടാണ്. ബ്യൂറോ, ചവറ. കൊല്ലം VCare പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കിടപ്പ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും കേക്കുകൾ സമ്മാനിച്ചു.
വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ് എഫ് സേവിയർ വലിയ വീട്, ജ്വാല വിമൻസ് പവർ പ്രസിഡന്റ് ബെറ്റ്സി എഡിസൺ, ഇപ്ലോ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ എന്നിവർ ചേർന്നാണ് കരുതൽ അക്കാദമി ഹാളിൽ കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. വി കെയർ പാലിയേറ്റീവ് വൈസ് ചെയർമാൻ ഇഗ്നേഷ്യസ് വിക്ടർ, സാമൂഹ്യ പ്രവർത്തകൻ ഷിബു റാവുത്തർ, ശാന്തിനി പ്രകാശ്, സോജ ലീൻ ഡേവിഡ്, ഉഷാകുമാരി, ബ്രിജിത്ത്, ദീപ്തി എന്നിവർ ക്രിസ്മസ് ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പാലിയേറ്റീവ് നഴ്സ് ലിജൻ ചാക്കോയ്ക്ക് കേക്ക് സമ്മാനിച്ചുകൊണ്ട് തെരുവോര കേക്ക് വിതരണം നടത്തി. ആശുപത്രിയിലും പരിസരത്തും ബസ് സ്റ്റാൻഡിലും ബോട്ട് ജെട്ടിയിലും പരിസരത്തും ഉൾപ്പെടെ തെരുവിൽ വി കെയർ പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് കേക്ക് വിതരണം ചെയ്തു. തുടർന്ന് കിടപ്പ് രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും വീടുകളിൽ എത്തിച്ച് കേക്കുകൾ സമ്മാനിച്ചു. കഴിഞ്ഞ 7 വർഷത്തോളമായി വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന തെരുവിലെ കേക്ക് വിതരണത്തിന്റെ ഈ വർഷത്തെ ഉദ്ഘാടനമായിട്ടുള്ള നടക്കാൻ പോകുന്നത്. ഇന്ന് 3 സംഘടനകളുടെ നേതൃത്വത്തിലുള്ളവരാണ്. അതായത് വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ, അതോടൊപ്പം ജ്വാല വിമൻസ് പവറിന്റെ പ്രസിഡന്റ്, ഇന്റർനാഷണൽ പീപ്പിൾ ലീഗ് പ്രസിഡന്റ്, ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി 3 പേരും ചേർന്നാണ് കേക്ക് മുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ പുതിയ കുരിശടിയുടെ ആശീർവാദ കർമ്മം നടത്തി. കൊല്ലം മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ആശീർവാദ കർമ്മം നിർവഹിച്ചു. ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ പുതിയ കുരിശടിയുടെ ആശീർവാദ കർമ്മം നടത്തി. പന്മന മേക്കാട് വാർഡിലാണ് കൈകെട്ടീശോയുടെ കുരിശടി നിർമ്മിച്ചത്. ആശീർവാദ കർമ്മം കൊല്ലം മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചു. ഫാദർ ജോസഫ് ജോൺ, ഫാദർ സൈജു സൈമൺ, ഫാദർ റിജോ, ഇടവക വികാരിമാരായ ഫാദർ മിൽട്ടൺ ജോർജ്, ഫാദർ പ്രേം ഹെൻറി തുടങ്ങിയവർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും ഇസ്രായേൽ ജനത്തിന് സമാശ്വാസമായി സമാഗമ കൂടാരമുണ്ടായിരുന്നു. ദൈവത്തെ പ്രാർത്ഥിക്കാൻ, അവരുടെ സന്ദേശം ലഭിക്കാൻ ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുന്നു. നമുക്കുള്ള സമാഗമ കൂടാരം, ദൈവമനുഷ്യ ബന്ധത്തിൽ സമാഗമ കൂടാരം യേശു തന്നെയാണ്. 2-3 പേർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഉദ്ധിതനായ ഈശോ തന്റെ പീഡാസഹനങ്ങളുടെ മുറിപ്പാടുകളോടുകൂടെ ആ പ്രാർത്ഥിക്കുന്നവരുടെയിൽ സന്നിധിയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. CQ ഫെസ്റ്റ് സമാപിച്ചു. ശാസ്താംകോട്ട ICSലെ CQ പ്രീ സ്കൂളാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ശാസ്താംകോട്ട ICS കാമ്പസിന് കീഴിൽ പ്രവർത്തിക്കുന്ന CQ പ്രീ സ്കൂളിലാണ് CQ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷവും ഒരുക്കി. KM അബൂബക്കർ മുസ്ലിയാർ, PA ഖാജ മുയിനുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതുപോലെ നമ്മുടെ ആവശ്യമായ വിത്തുകളും കാണാതെ പഠിക്കുകയും നല്ല ഒരു സമൂഹമായി അവരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഇത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. KPCC മാർച്ചിന് നേരെയുണ്ടായ അതിക്രമം, വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധം. ചവറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഒവ്വാക്കാവ് പാവമ്പാർ റോഡിൽ കൊയ്പ്പള്ളിമുക്കിലാണ് സംഭവം. സമീപത്തെ വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥിതി. ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. കൊല്ലം വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തെരുവിൽ ക്രിസ്മസ് ആഘോഷം. കിടപ്പ് രോഗികൾക്ക് കേക്കുകൾ സമ്മാനിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്,
സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.